السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അക്രമത്തിന് വിധേയരായ ശേഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വദേശം വെടിഞ്ഞവർക്ക് ഇഹലോകത്ത് നല്ല താമസ സ്ഥലം നാം ഒരുക്കിക്കൊടുക്കുക തന്നെ ചെയ്യും. എന്നാൽ പരലോകത്തെ പ്രതിഫലം തന്നെയാണ് ഏറ്റവും മഹത്തരം. അവർ അതറിഞ്ഞിരുന്നെങ്കിൽ സത്യനിഷേധികളുടെ ഉപദ്രവം കഠിനമായപ്പോൾ മുസ്ലിങ്ങൾക്ക് മക്ക വിടുകയല്ലാതെ വേറെ ഒരു മാർഗവും അവരുടെ മുമ്പിൽ ഇല്ലാത്ത ഒരവസ്ഥ വന്നു. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഹിജ്റയുടെ കാരണമാണ് പറയുന്നത്. ഹിജ്റ ചെയ്യുന്നവരുടെ ഇഹത്തിലും പരത്തിലുമുള്ള പ്രതിഫലവും അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വിവരിക്കുകയാണ്. 6 സഹാബികളുടെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. സുഹൈബ്, ബിലാൽ, അമ്മാർ, ഹബ്ബാബ്, ഖുറൈശികളുടെ വിമുക്ത അടിമകളായ ആബിസ്, ജുബൈർ എന്നിവർ. അവരെ ഇസ്ലാമിൽ നിന്ന് മടക്കാൻ വേണ്ടി സത്യനിഷേധികൾ അവരെ പീഡിപ്പിക്കുമായിരുന്നു. ഈ സഹാബികളൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ വിവരിക്കാൻ പറ്റാവുന്നതിലും അധികമാണ് ഉള്ളത്. അവരിൽ ചിലർ മക്കക്കാർ ഉദ്ദേശിച്ച പോലെ അവിശ്വാസ വചനങ്ങൾ ഉരുവിടുകയും അവരുടെ ശിക്ഷയിൽ നിന്ന് മുക്തരാവുകയും ചെയ്തു. അതായത് ആ നിർബന്ധിതാവസ്ഥയിൽ അവർ ചിലതൊക്കെ ചെയ്യേണ്ടി വന്നു. അതവർക്ക് പുറത്തു കൊടുക്കും എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതിപ്പെട്ട അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുമതി കൊടുക്കുകയും ചെയ്തിരുന്നു. അൻസാറുകൾ ഇസ്ലാമിലേക്ക് വന്നതോടെ മുസ്ലിങ്ങൾ മദീനയിൽ ശക്തിപ്പെടുകയും അവർ അവിടേക്ക് ഹിജ്റ ചെയ്തെത്തുകയും ചെയ്തു. ആദ്യമായി അവർ ഹിജ്റ പോയിരുന്നത് അബിസീനിയയിലേക്ക്, ഇന്നത്തെ എത്യോപ്യയിലേക്കായിരുന്നു. അവിടുത്തെ നജാഷി രാജാവ് അവരെ വളരെയധികം സഹായിക്കുകയുണ്ടായി. അവരെക്കുറിച്ചെല്ലാമാണ് ഈ ആയത്തുകൾ പറയുന്നത്. അവരുടെ എല്ലാം ഹിജ്റ കൊണ്ടാണ് മദീനയിൽ ഇസ്ലാം ശക്തിപ്പെടുന്നത്. ഹിജ്റ അള്ളാഹുവിന് വേണ്ടിയല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യവും ഉണ്ടാവില്ല. അതപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലേക്കുള്ള വെറും കുടിയേറ്റം മാത്രമാകുകയും. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.